നാമജപവും ദീപാരാധനയുമൊക്കെ നടക്കും. മധ്യാഹ്നം നമ്മൾ പറഞ്ഞു ദേവി ഭാഗവതം പറഞ്ഞതുപോലെ തന്നെ സൂതശൗനക സംവാദമാണ്. ശൗനകാദി മഹർഷിമാർ യാഗം നടത്തുന്ന യാഗശാലയിലേക്ക് കടന്നു വന്ന സൂത പൗരാണികരെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെയധികം യാഗങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ സ്വർഗത്തിൽ പോയാൽ ഒരു കുഴപ്പം, പുണ്യം നശിച്ചു കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് പോരേണ്ടി വരും. അപ്പോൾ നമ്മുടെ സങ്കല്പപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാര് പറയുന്ന പ്രകാരം നമുക്ക് സ്വർഗമല്ല വേണ്ടത്, പിന്നെയോ മുക്തി അല്ലെങ്കിൽ മോക്ഷം. മോക്ഷം എന്ന് പറയുമ്പോൾ മോഹത്തിൽ നിന്നുള്ള ക്ഷയം, മോഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് പോണത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് ഓരോരോ ജീവജാലങ്ങളായിട്ട് ജനിച്ച് മരിക്കും. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു, ഈ കാണുന്ന പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് നമ്മളൊന്ന് രക്ഷപ്പെടാതെ ഈ കാണുന്നതൊക്കെയാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് അതിൽ മുഴുകി പോകുന്നത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. നിരന്തരമായിരിക്കുന്ന ശ്രമം അതിനകത്ത് ഉണ്ടാവണം. ഈ ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനിക്കാതെ ഇരിക്കണം. ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കാതെ ഇരിക്കണം. അപ്പൊ ഇത് രണ്ടും ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കർമ്മങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടണം. കർമ്മഫലം ഇല്ലാതെ വേണം. കർമ്മഫലം എന്നാണോ ഇല്ലാതെയാവണത്, അപ്പോൾ മാത്രമേ ജനിമൃതികൾ ഇല്ലാതെ ഇരിക്കും. അതുകൊണ്ട് സ്വർഗം കിട്ടാനാണ് എന്ന് പറയുമ്പോൾ നാം ഇന്ന് പറയുന്ന ഈ സുഖാനുഭൂതി ഉണ്ടാകുക മാത്രം. സുഖത്തിന്റെ കൂടെ എപ്പോഴും ദുഃഖം ഉണ്ടാകും. അതുകൊണ്ട് സുഖത്തെ അനുഭവിക്കുക എന്നതല്ല, പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇവരെന്തായാലും ഈ യാഗങ്ങളൊക്കെ ചെയ്യുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് എത്ര പുരാണങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുക. 18 പുരാണങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം അവിടെ ഭഗവതിയുടെ ഒരു മഹിമയെ കുറിച്ച് വർണ്ണിക്കാം. ഒരിക്കല് വ്യാസർഷി അത്യധികം ദുഃഖിതനായിട്ട് തന്റെ ആശ്രമത്തിൽ, വ്യാസന്റെ ആശ്രമത്തിന്റെ പേരാണ് ശമ്യാപ്രാസം, സരസ്വതി നദിയുടെ തീരത്താണ്. അവിടെ അങ്ങനെ വളരെയധികം ദുഃഖിതനായിട്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ആ അവസരത്തിൽ നാരദമുനി അവിടേക്ക് കടന്നു വരികയുണ്ടായി. എന്താണ് ഈ ഇത്രയൊക്കെ വേദത്തെ രസിക്ക്, ഇത്രയും പുരാണങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്ത അങ്ങ് എന്താണ് ഇത്ര ദുഃഖിതനായിട്ട് ഇരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ പറയണു, മനുഷ്യജന്മം കിട്ടിയാൽ ഒരു പുത്രൻ ഉണ്ടാവണം. അങ്ങനെയുണ്ട്. പുത്ര പൗത്രാദികൾ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പുത്ര പൗത്രാദികൾ തർപ്പണം ചെയ്താൽ മാത്രമേ പിതൃക്കൾക്ക് മോക്ഷം കിട്ടൂ, അല്ലെങ്കിൽ തൃപ്തി വരൂ എന്നാണ് പറയുക. അപ്പൊ സംശയം തോന്നും, സ്വാമി എനിക്ക് 2 പെൺമക്കളാണല്ലോ, അപ്പൊ എന്റെ പിതൃക്കൾക്ക് ആർക്കും മുക്തി ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഇപ്പൊ ആൺമക്കൾ ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ല. പുത്രനായാലും പുത്രിയായാലും
അവനവൻ്റെതായിരിക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിക്കുമ്പോഴാണ് ആ ഒരു തലത്തിലേക്ക് ഉയരുക. പുത്രപൗത്രാദികൾ എന്ന് പറയുമ്പോൾ അവിടെ പുത്രിയാണെങ്കിലും പുത്രനാണെങ്കിലും എപ്പോഴാണോ തൻ്റെ സ്വധർമ്മം പാലിക്കണം. സ്വധർമ്മം എന്ന് പറയുമ്പോൾ മക്കളെ സംബന്ധിച്ച് എന്താ അവരുടെ ധർമ്മം? മാതാപിതാക്കന്മാര് പ്രായമായി കഴിയുമ്പോൾ വൃദ്ധസോലത്തെ കൊണ്ടാക്കുക അല്ലേ? ഇപ്പൊ അതല്ലേ പുത്രന്മാരുടെയും പുത്രിയുടെയൊക്കെ ധർമ്മം. അവരുടെ സൗകര്യാർത്ഥം അവര് ജീവിക്കാൻ പോകും. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ അവരുടെ കാശെടുത്ത് 16 അടി എന്താണെന്ന് പറയുന്ന നാട്ടുകാരെ വിട്ടുക. ഇതാണോ പുത്രന്റെയും പുത്രിയുടെ ധർമ്മം? അതൊന്നും മിണ്ടുന്നില്ല. ആണോ? അല്ല. പിന്നെ എന്താ പുത്രന്റെയും പുത്രിയുടെയൊക്കെ ധർമ്മം? മാതാപിതാക്കന്മാര് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അവര് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിന്റെ ഒരംശം പോലും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിന്റെ ഒരു അംശം പോലും ഈ ജന്മം കൊണ്ട് തീർക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എന്തേ ചെയ്യാൻ പറ്റുമോ? അമ്മയുടെ പാതാരബന്ധങ്ങളിലേക്ക് സാഷ്ടാംഗം പ്രണമിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ജന്മം നൽകുന്ന മാതാവും പിതാവും പുത്രൻ ജീവിച്ചിരിക്കെ അല്ലെ പുത്രി ജീവിച്ചിരിക്കെ ദുഃഖിക്കാൻ പാടില്ല എന്നാണ് ശ്രീരാമചന്ദ്ര പ്രഭു പറയുന്നുണ്ട്. പുത്രനായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പിതാവെ അങ്ങ് ദുഃഖിക്കാൻ എന്താണ് കാരണം? ആ മാതാവിന്റെയും പിതാവിന്റെയും ദുഃഖത്തെ നീക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരെ പുത്രനെന്നും പുത്രിയെന്നും വിളിക്കാൻ സാധ്യമല്ല. പുത്രധർമ്മം പുണ്യാകമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രനും ത്രാണനം ചെയ്യുന്നവൾ പുത്രിയും. ഒരു നരകത്തിൽ നിന്നും മാതാപിതാക്കന്മാരെ രക്ഷിക്കലാണ് മക്കളുടെ ധർമ്മം. ആ ധർമ്മം അനുഷ്ഠിക്കാതെ ഇനി എന്തെല്ലാം പറഞ്ഞാലും ശരി ആ പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന തലത്തിലേക്ക് ഉയരുക. ഇതുള്ളവ പറയാറുണ്ട്, നിന്റെ പ്രവൃത്തി ഓർത്തിട്ട് ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ നിന്റെ 7 ജന്മവും പോകാം, തലമുറയും ഇല്ലാതെയാവും. സംശയമില്ല. മക്കളുടെ പ്രവൃത്തി ഓർത്ത് ഒരു അമ്മയോ ഒരു അച്ഛനോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ളതിനെ ചെയ്തു കൊടുക്കാതെ നിന്റെ സുഖത്തിന് വേണ്ടി നീ പോയിട്ടുണ്ട് എങ്കിൽ നിന്റെ കുലം തന്നെ ഈ ഭൂമിയിൽ ഇല്ലാത്ത വിധത്തിൽ നശിച്ചു പോകും. ഒരു വൃദ്ധസദനത്തിലൊക്കെ ആക്കുന്നത് വളരെ സൂക്ഷിച്ചുമൊക്കെ. ഇപ്പൊ വൃദ്ധസദനമുള്ള ഓൾഡ് സ്റ്റോറേജ് ഹോം അല്ലേ എന്നാണ് പറയുന്നത്, അവിടെ ആൾ കൊണ്ടാക്കുക. അതാകുമ്പോൾ ഇച്ചിരി ഗമയുണ്ട് പറയാൻ. ഓൾഡ് സ്റ്റോറേജ് ഹോം അവിടെ ആകുമ്പോൾ കൊണ്ട് കാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന പോലെ ഇപ്പം ഇല്ലേ. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിക്കാം, നമ്മുടെ മാതാപിതാക്കന്മാർ ഇതുപോലെ നമ്മളെ ഏതെങ്കിലും ചൈൽഡ് സ്റ്റോറേജ് ഹോമിൽ കൊണ്ടാക്കിയിരുന്നെങ്കിലും നമ്മൾ ഇങ്ങനെ വരുമായിരുന്നു ഇല്ലേ. അപ്പോ അവരത് ചെയ്യാതെ അവർ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് അവർ നമ്മളെ ഇത്രയാക്കി പഠിപ്പിച്ച് വേണ്ടതായ തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരെ നോക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ സുഖത്തിന് വേണ്ടി നാം ഇത്തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതെത്രമാത്രം ഹീനമായ പ്രവൃത്തിയാണ് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ചിന്തിക്കുന്നവർക്ക് ഗുണമുണ്ടാവും, ചിന്തിക്കാത്തവർക്ക് അതിന് തക്ക ഗുണം ഉണ്ടാവും. അത്രയും ഞാൻ പറയാറുള്ളൂ. പിന്നെ പറയാറുണ്ട്, മാതാപിതാക്കന്മാരെ ദുഃഖിപ്പിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ ജന്മം. മാതാപിതാക്കന്മാർക്ക് കൊടുക്കാതെ സ്വന്തമായി ഉള്ളുന്നുണ്ടെങ്കിൽ അവനാണ് ലോകത്തിലെ അല്ലെങ്കിൽ അവളാണ് ലോകത്തിലെ ഏറ്റവും നികൃഷ്ട ജന്മം. അതിന് താഴേക്കൊരു ജന്മം വേറെ ഇല്ല. സ്വന്തം മാതാപിതാക്കന്മാർക്ക് കൊടുക്കാതെ ഏത് ക്ഷേത്രത്തിൽ പോയി ഉരുണ്ടിട്ടും കാര്യമില്ല. ഒരു ഈശ്വരനും തിരിഞ്ഞു നോക്കില്ല. എഴുതിയിട്ടോളം ഞാൻ ഈ പറയുന്നത്. മാതാപിതാക്കന്മാർക്ക് കൊടുക്കാതെ വേറെ ഏത് ഈശ്വരന്റെ മുമ്പിൽ എന്നെല്ലാം കോടികളെ കൊണ്ട് കൊടുത്താലും ഒരു ഈശ്വരനും തിരിഞ്ഞു നോക്കില്ല. ഉള്ളവൻ പറയാറുണ്ട്, ഒരു ഈശ്വരനും അനുഗ്രഹിക്കണ്ട, ഒരു ഗുരുക്കന്മാരും അനുഗ്രഹിക്കണ്ട, അമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അവന്റെ കാൽ കീഴിൽ ഉറപ്പ്. ഇനി
മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവും അനുഗ്രഹിക്കും, ഈശ്വരനും അനുഗ്രഹിക്കും. അതില്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നും നേടാൻ സാധ്യമാവില്ല. നേടി എന്ന് നിനക്ക് തോന്നുമെങ്കിൽ അത് വിട്ടില്ല, സംശയമേ. കാരണം ഈ ഉള്ളവൻ ഇപ്പം കുറച്ചു വർഷങ്ങളായതുകൊണ്ട് ഇങ്ങനെ നാടായ നാട് മുഴുവൻ ഓടുന്നു. എത്രയോ മാതാപിതാക്കന്മാരാണെന്നറിയാമോ മക്കളെ ഓർമ്മിക്കുന്നത്, ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ, ആ ഒരു സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ എത്രയോ മാതാപിതാക്കന്മാർ. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് വിവാഹമൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ അച്ഛനെയും അമ്മയും വേണ്ടാതാവുക. അതും കൂടി ഉണ്ട് അതിനകത്ത്. അത് ഇതിന് പല കാരണങ്ങളും കാണാറുണ്ട്. എന്തായാലും എങ്ങനെയായാലും സ്നേഹത്തോട് അടുത്തിരുത്തിക്കൊണ്ട് അമ്മയ്ക്ക് സുഖമാണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് വേണം, അല്ലെങ്കിൽ ആഹാരം കഴിക്കാനിരിക്കുമ്പോ അമ്മ കഴിക്കണില്ലേ, അല്ലെങ്കിൽ അച്ഛൻ കഴിക്കണില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ ആ മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയം ഉരുകും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം മനുഷ്യന് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും പിതൃക്കൾ ഗുണം ചെയ്യില്ല. അതുകൊണ്ട് അവരുടെങ്കിലും കൊണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ പോയി വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ ഇരുത്തി സ്നേഹത്തോടെ വെല്ലവും കൊടുത്താൽ കുലവെങ്കിലും ചിരിക്കാൻ പറയണതല്ല ഞാൻ. അത് നമുക്ക് വേണ്ടാത്തതുകൊണ്ടാ. പറയാൻ ആളുണ്ടെങ്കിലും കേൾക്കാൻ ആളില്ലല്ലോ. ഉണ്ണാൻ മാത്രമല്ലേ ആളുള്ളൂ. അവിടെ പ്രശ്നം. അപ്പൊ നമ്മള് കേൾക്കാൻ തയ്യാറാകുമ്പോൾ പറയാനുള്ളതും പറയാൻ വരും. നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ അതിനുള്ള ആള് എത്തിയിരിക്കും, സംശയം വേണ്ട. അവിടെ എന്തായാലും അങ്ങനെ ദേവിയുടെ മഹിമയെ കുറിച്ച് പറയുകയാണ്. അപ്പൊ പുത്രനുണ്ടാവാൻ ആരെയാണ് തപസ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം. അപ്പൊ ഓരോ ആഗ്രഹങ്ങളും സാധ്യമാക്കാൻ ഓരോരോ ദേവതമാരെയാണ് ഭജിക്കേണ്ടതെന്ന്. അപ്പൊ നാരദന് പറയാൻ ഒരിക്കല് എന്റെ അച്ഛൻ ഇതേ ചോദ്യം സാക്ഷാൽ നാരായണനോട് ചോദിച്ചത്. ഈ നാരായണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജപിക്കണത് കാണാം. അപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നാരായണനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്താവ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നാരായണൻ പോലും ഇടയ്ക്ക് ജപിക്കണത് കാണാം. അപ്പൊ ബ്രഹ്മദേവൻ ചോദിച്ചു അത്രേ. കാരണം ബ്രഹ്മദേവൻ നാരായണന്റെ നാഭീപത്മത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് നാരായണൻ ചോദിച്ചു, അങ്ങ് ആരെയാണ്, അല്ല നാരായണനോട് ചോദിച്ചു, അങ്ങ് ആരെയാണ് ഈ ഭജിക്കണത്? പറഞ്ഞു, ബ്രഹ്മദേവ, ഞാൻ സ്വതന്ത്രനാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷെ ഞാൻ സ്വതന്ത്രനല്ല. എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വേറെയുണ്ട്. ഈ പ്രപഞ്ചത്തിന് മുതൽ മുഴുവൻ ആധാര സ്വരൂപമായി നിൽക്കുന്ന ശക്തി എന്ന സ്വരൂപം, അതാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരിക്കൽ ഹയഗ്രീവനായത് ഓർക്കണില്ലേ. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഈ പന്നിയായിട്ടും മാമയായിട്ടും ഒക്കെ ജനിക്കുന്നത്. ആ ശക്തിസ്വരൂപിണിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഒരു ആരെങ്കിലും പന്നിയായിട്ട് ചളിക്കുട്ടി കിടക്കാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. ഞാനിങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ശക്തിയുടെ ഇച്ഛക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് എന്റെ തല പോലും തെറിച്ചുപോയി ഞാൻ ഹയഗ്രീവൻ എന്ന ഒരു സ്വരൂപത്തിലേക്ക് എത്തി ഒരിക്കൽ. അതുകൂടാതോ ഞാൻ എന്തെല്ലാം രൂപത്തിലായെടുത്ത് മനുഷ്യജന്മം എടുത്താലേ ദുഃഖമാണ്. മനുഷ്യജന്മമല്ല, ജന്മം എടുത്താലേ ദുഃഖമാണ്. എന്നിട്ടും ഞാൻ ഏതെല്ലാം തരത്തില് ഈ ഭൂമിയിൽ വന്നു. ഇതെല്ലാം ആ ശക്തിയുടെ നിയോഗമനുസരിച്ചാണ്. അപ്പോഴാണ് അവിടെ
ഈ ശൗനകാദിപ്പിക്കുന്നു, നാരായണൻ അങ്ങനെ ഹയഗ്രീവനാകുകയോ തല തെറിച്ചു പോവുകയോ എന്താ അതിന് കാരണം? അപ്പോഴാണ് പറയണത്, ഭഗവാൻ യോഗനിദ്രയിൽ ആണ്ട് കിടന്നപ്പോ അദ്ദേഹത്തിന്റെ കർണമലത്തിൽ നിന്ന് 2 അസുരന്മാരുണ്ടായി, മധുവും കൈടഭനും. ഈ അസുരന്മാര് വളരെ വേഗം വളരും. ഈ അസുരന്മാരൊക്കെ എവിടാന്ന് ചോദിച്ചാ, എവിടെ അസുരന്മാരൊക്കെ ഇരിക്കണേ? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ഇതിനകത്ത് പറയണ ഒരു കഥാപാത്രത്തെയും പുറത്തെങ്ങും തപ്പണ്ട, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ആസുരീ ഭാവവുമുണ്ട്, ദേവഭാവവുമുണ്ട്, മാതൃഭാവവുമുണ്ട്, പിതൃഭാവവുമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് ഓരോരോ ചിലര് പറയും ഭദ്രകാളി, ലക്ഷ്മി, സരസ്വതി, ഇല്ലേ? ഈ ദേവീഭാവങ്ങളെല്ലാം എവിടെയാണ്? നമ്മളിൽ തന്നെയാണ്. നമ്മുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ചിട്ട് ഭാവത്തിന് വ്യത്യാസമുണ്ടാകും. നമ്മൾ ഈ 9 ദിവസമായിട്ട് വെച്ച് പൂരിക്കുന്നത് 3 ഭാവങ്ങളെയാണ്. 3 ദിവസം കാളിയും, 3 ദിവസം ലക്ഷ്മിയും, 3 ദിവസം സരസ്വതിയും. 3 ഗുണങ്ങളുടെ 3 സ്വരൂപങ്ങളാണ്. സത്വരജസ് തമോ ഗുണങ്ങളുടെ സ്വരൂപങ്ങളാണ് ഈ 3. ഇത് 3 നമ്മളിൽ തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാം ലക്ഷ്മിമാരാണ്. എന്താ കാരണം? വളരെ ശാന്തമായ സ്വരൂപത്തിന് അല്ലേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ആരാവും? സരസ്വതിയാവും. ചർച്ച വരും, എന്താ അങ്ങേരെ പറഞ്ഞേ അല്ലേ? 2 കൂട്ടരും കൂടെ ചർച്ച അടക്കുമ്പോൾ അത് അങ്ങനല്ല പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇങ്ങനെ, അതിനൊരു ചർച്ച വരും. സദ്യാലയത്തിൽ ചെന്നിരിക്കുമ്പോൾ ദുർഗയാവും. കാരണം നമ്മുടെ ഇടയ്ക്കൂടെ ഒരാൾ കയറി മുമ്പിൽ നിന്ന് ഒറ്റ തട്ട് കൊടുത്തേച്ച് നമ്മള് ദുർഗയാവും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആരാവും? ഭദ്രകാളി. അപ്പൊ ഞാൻ പറയാൻ തന്നെ മനസ്സിലായി, ഭദ്രകാളിയായി. എന്താ കാരണം? അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗുണത്തിന് മാറ്റം ഉണ്ടാവും. ആളിന് മാറ്റം വല്ലതും ഉണ്ടോ? ആളിനൊരു മാറ്റമില്ല, പക്ഷെ ഗുണത്തിന് മാറ്റം ഉണ്ടാവുമ്പോ സ്വഭാവവും മാറ്റം. ഞാൻ ചിലപ്പോ മിക്കവാറും ആലോചിക്കാറില്ല, ഈ നമ്മുടെ ഒന്നും വീടുകളിൽ ഭദ്രകാളിയുടെ ഫോട്ടോ കൊണ്ട് വെക്കാറില്ല അല്ലേ? എല്ലാവർക്കും പേടിയാണ്. ഞാൻ ചിന്തിച്ചപ്പോ അതിനൊറ്റ കാരണമുള്ളൂ, സ്വാമി ഞങ്ങൾ അവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ വേറൊരു ഭദ്രകാളിയുടെ ഫോട്ടോ? ഞങ്ങൾ ഉണ്ടല്ലോ അവിടെ എന്നുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഈ ഭദ്രകാളിയുടെ ഫോട്ടോ എല്ലാവർക്കും നിൽക്കാൻ ഭയങ്കര ഭയ. എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെയാ എല്ലാവരും പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഈ ഭദ്രകാളി ഇത്രമാത്രം അപകടകാരിയാന്നുള്ളത്. എല്ലാവരും പറയുന്നത് ഏറ്റവും വലിയ മൂത്ത സാധനം കൊടുങ്ങല്ലൂരാണ് അല്ലേ? കൊടുങ്ങല്ലൂരമ്മയാണ് ഏറ്റവും ഭയങ്കര സാധനം. പക്ഷെ വീട്ടിൽ ഇരിപ്പുണ്ട്, എന്റെ പൂജാമയ്ക്കകത്തിരിപ്പുണ്ട്. കൊടുങ്ങല്ലൂർ മുതൽ തെക്കോട്ട് ഒരുമാതിരിപ്പെട്ട സർവ്വസാധനം വീട്ടിയിരിപ്പുണ്ട്, നരസിംഹമൂർത്തി ഉൾപ്പെടെ. എല്ലാവർക്കും ഭയ. എനിക്കറിയില്ല, ഇന്നുവരെ ആരും എന്റെ കൊണ്ടയ്ക്ക് ഉപയോഗിക്കുക. എന്തിനാ ഭയക്കണമെന്ന് അറിയില്ല. നമുക്കത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ ഭദ്രകാളി എന്ന സ്വരൂപം, അല്ലെങ്കിൽ നരസിംഹമൂർത്തി എന്ന് പറയുന്ന സ്വരൂപത്തെ നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ടാവാം നമ്മൾ ഇത്രമാത്രം ഭയക്കണതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഗുരുക്കന്മാര് ചില കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ അർഹമായ പാത്രത്തിലേക്ക് കൊടുക്കാവൂ എന്നൊരു ചൊല്ലുണ്ട്. അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ടാവാം നമ്മുടെ ഗുരുക്കന്മാർ ഇത്തരത്തിലുള്ള രൂപങ്ങളെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് സൃഷ്ടിച്ചിട്ട് അത് ഇങ്ങനെ ഒരു രഹസ്യമുണ്ട്, അത് നീ എല്ലാവരും അതറിയാനുള്ളതല്ല എന്നതുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ ചെയ്തിരിക്കണം. പിന്നെ തന്നെയല്ല, നമ്മുടെ ഗുരുക്കന്മാർക്ക് അറിയായിരുന്നു നമ്മളൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഇന്ദ്രനെയും ചന്ദ്രനെയും വല്ലാത്ത സാധനങ്ങളായിരിക്കും നമ്മളെന്ന്. ഇവിടെ ദൈവത്തെയെങ്കിലും ഭയന്നിട്ടൊന്ന് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വല്ല ആവാം ചിലപ്പോൾ ഇത്തരത്തിൽ കുറെ രൂപങ്ങളെയൊക്കെ ശിവനെയും. ശിവൻ ചൂടനാണ് പറയുന്നത് അല്ലേ? ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ശിവൻ. ആരും ആരോടും കോപിക്കില്ല. എങ്ങനെയാ അച്ഛന് മക്കളോട് എത്രമാത്രം, അല്ലെങ്കിൽ ഈ അച്ഛനോ അമ്മയോ മക്കളോട് കോപിച്ചാൽ എത്ര നേരം നിൽക്കും? അത് ശരി. ഒരമ്മ മകനോടല്ലേ മകളോട് കോപിച്ചാൽ ദേഷ്യം വന്നാൽ എത്ര നേരം നിൽക്കും? അത് തിരിച്ചെന്ന് അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോഴോ അല്ല അമ്മയെന്നൊന്ന് നീട്ടി വിളിക്കുമ്പോഴോ തീർന്നു പോകണം സങ്കടത്തില്ലേ? അല്ലെങ്കിൽ ആ കോപം. അച്ഛനും അതുപോലെ അമ്മയേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഒരുങ്ങുന്ന ആളാണ്
അച്ഛന്മാരെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലേ? അമ്മമാരെല്ലാം കണക്ക് പറയും. ഇല്ലേ? ഞാൻ എത്ര മാസം ചുമന്നാന്ന് നിനക്കറിയാമോ? നിന്നെ എടുത്തോട്ട് നടന്ന എൻ്റെ ഏണിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ എന്തെല്ലാം സഹിച്ചിട്ടാണ് നിന്നെ വളർത്തിയതെന്നറിയാമോ? നിനക്കതൊന്നും അറിയണ്ടെന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നൊക്കെ മക്കളോട് ചോദിക്കും. ഇന്ന് വരെ ഏതെങ്കിലും ഒരു അച്ഛൻ ഇതുവല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നിട്ട് അമ്മ പറയണതാണ്, ഞാൻ ഏറ്റവും വലിയ വേദന സഹിച്ചാണ് നിന്നെ പ്രസവിച്ചതെന്ന്. ശരിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു വേദന ആ സമയത്ത് ആരനുഭവിക്കുന്നുണ്ട്? പുറത്ത് അച്ഛൻ അനുഭവിക്കുന്നുണ്ട്. അതാരും കാണില്ല. അച്ഛനെ ആർക്കും അറിയില്ല. അച്ഛനെല്ലാത്തിനും ഇങ്ങനൊരു ഉള്ളവൻ പറയാറുണ്ട്, അച്ഛൻ മെഴുകുതിരി പോലെ ഓരോ ദിവസവും ഉരുകിക്കൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയിട്ട്? തന്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടതായ പ്രകാശവും കൊടുത്ത് ചൂടും കൊടുത്ത് സ്വയം ഉരുകിത്തീരുമ്പോഴും യാതൊരുവിധ സങ്കടവും ഇല്ലാതെ. ഏതെങ്കിലും അച്ഛന്മാര് പബ്ലിക്കായിട്ട് കരയണേ കണ്ടിട്ടുണ്ടോ? അവർക്ക് സങ്കടം ഇല്ലാത്തതുകൊണ്ടാണ് അവർ കരയാത്തത്? ഇല്ല, അവരുള്ളിൽ കരയുന്നുണ്ടാവും. അത് പക്ഷെ അമ്മമാരും മനസ്സിലാക്കാറില്ല, മക്കളും മനസ്സിലാക്കാറില്ല. ഉണ്ടോ? അച്ഛന്റെ ഹൃദയത്തോടി പറഞ്ഞ് ഏതെങ്കിലും ഒരു അമ്മയുണ്ടോ? ശരിക്കാം 100 പോലും കാണൂല. എല്ലാവരും മക്കളെ സ്വാധീനിച്ച് അമ്മ എപ്പോഴും അവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കാനാണ് നോക്കാം. അച്ഛനെന്ന ഒരു സ്വരൂപത്തെ കുറിച്ച് പോലും അധികം ആരും ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ കാശെല്ലാം ATM മെഷീൻ അച്ഛൻ അല്ലേ? കാർഡ് അങ്ങോട്ട് കൊണ്ടിടുക, ഇങ്ങോട്ട് തന്നേലെന്ന് പറഞ്ഞ് മേടിച്ചോളുക. അവിടെ എല്ലാം അമ്മ കൂടെ നിൽക്കും. അച്ഛനോട് ചോദിക്കും, അച്ഛനോട് ചോദിക്കും. ഇല്ലേ? ആണല്ലേ? പക്ഷെ ഏതെങ്കിലും അമ്മ ചിന്തിക്കാറുണ്ടോ ഈ അച്ഛൻ എവിടുന്നാ ഈ കാശ് കൊണ്ട് വരുന്നേന്ന്? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ കാശ് കൊണ്ട് വരണേന്ന്? ഇല്ല. പല അമ്മമാർക്കും അറിയില്ല, പല അമ്മമാരും ചിന്തിക്കാറുമില്ല. ഞാൻ പറയാറുണ്ട്, ഭർത്താവിന്റെ മാറിലേക്ക് തലചായ്ച്ചു വെച്ച് കിടക്കുമ്പോ ആ ഹൃദയത്തിന്റെ തുടിപ്പറിയാൻ കഴിയണം. ഓരോ തുടിപ്പും തിരിച്ചറിയാൻ കഴിയണം. ആ തുടിപ്പ് എങ്ങനെയാണ്, എന്തിന്റെ അർത്ഥമാണ് ആ തുടിപ്പിലുള്ളതെന്ന് തിരിച്ചറിയാൻ ഓരോ ഭാര്യയ്ക്കും കഴിയണം. ഭർത്താവിന്റെ മാറത്ത് തലചായ്ച്ചു വെച്ചാൽ മാത്രം പോരാ. എത്രമാത്രം നീറിയിട്ടാണ് ആ ഹൃദയം തുടിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ വെറുതെ ഭാര്യയും ഭർത്താവും മക്കളും അമ്മയും അച്ഛനും ഒക്കെയാന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു വരുന്നേ കൂടെ പറഞ്ഞു പോണതാണ്. ഭാഗവതത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോ അങ്ങനെ മധുകൈടവന്മാരുണ്ടായി. ഇവർ നോക്കിയപ്പോ ഇവരങ്ങ് വല്ലാതെ വളർന്നു. ഈ ആസുരി ഭാവം എങ്ങനെയാ? വളരെ വേഗം വളരും. സാത്വിക ഭാവം, ഈശ്വരഭാവം വളരുന്നത് വളരെ പതുക്കെ വളരും. ഭക്തി ഉണ്ടാവുന്നത് വളരെ സാവധാനം. പക്ഷെ ആസുരി വൃത്തി വളരെ വേഗം നമ്മുടെ ഉള്ളില് വളരും. അപ്പൊ അങ്ങനെ വളർന്ന ഈ മധുകൈടവന്മാര് ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നാണ് യുദ്ധത്തിന് തയ്യാറാവാൻ പറഞ്ഞു. ബ്രഹ്മദേവൻ പാവം അവിടുന്ന് ഓടി. കാരണം അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ആകപ്പാടെ ഒരു പണി അറിയാവുന്ന സൃഷ്ടിക്കാൻ മാത്രമേ അറിയൂ. അതുകൊണ്ട് അദ്ദേഹം ഓടി എന്ത് ചെയ്തു? നേരെ വിഷ്ണു ഭഗവാന്റെ ചെന്നു, വൈകുണ്ഠത്തിൽ. അവർക്കെല്ലാം അവസാന ആശ്രയം എന്ന് പറയുന്നത് നാരായണനാണ്. അത് ഇവിടെ തന്നെ ദേവി പറയുന്നുണ്ട്, വിഷ്ണുവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കണം. ഏത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ നാരായണന്റെ അടുത്തുണ്ടെന്നാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പുള്ളിയാണ് ദേവന്മാരുടെ വിഷയത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. അത് എന്ത് വേണം, എങ്ങനെ വേണം. അതുകൊണ്ട് നാരായണന്റെ അരികിൽ ചെന്നപ്പോൾ നാരായണൻ നല്ലൊരു മയക്കത്തിലത്രേ. അദ്ദേഹം സാധാരണഗതിയിൽ എപ്പോഴും ഒരു ചെറിയ ഉറക്കമാണ്. അതിന് പറയുന്ന പേര് യോഗ നിദ്ര എന്നാണ് പറയാം. ഇടയ്ക്കൊന്ന് മയങ്ങും. അത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്ന എന്താ വെച്ചാൽ നല്ലൊരു ഭാര്യ അടുത്തിരിപ്പുണ്ട്. ആര്? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി എവിടെ ഇരിക്കണേ ഭഗവാന്റെ? ലക്ഷ്മി ദേവി എവിടെ ഭഗവാൻ ഇരിക്കണേ? കാൽപാദത്തിൽ. ഇതുകൊണ്ട് എന്താ ചെയ്യാം? ഭഗവാന്റെ കാലെടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ തടവി കൊടുക്കുക. സ്നേഹമുള്ള ഭാര്യ കാല് തടവിയായി ഏവർക്കാത്ത ഭർത്താവും ഉറങ്ങും. നമ്മളൊക്കെ തടവിയാലോ? ഉറങ്ങുന്ന ഭർത്താവ്
ചാടി എഴുന്നേറ്റ് ഓടും. എന്താണ് ഈ മേട അങ്ങനെ പറയരുത് കാലതട എന്ന് പറഞ്ഞാൽ നമ്മൾ ആവട്ടെ. അപ്പൊ അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ട് വരികയാണെങ്കിലും ശരി, ഭാര്യയുടെ കൈകൊണ്ട് ആ പാദം ഒന്ന് തടവി കിട്ടുമ്പോ അറിയാതെ ആരുറങ്ങും, ഭർത്താവ് ഉറങ്ങും. അങ്ങനെയൊക്കെ ഒന്ന് നോക്കണം വല്ലപ്പോഴും ഒക്കെ കേട്ടോ. ഭർത്തൃപാദമൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് ഈ കഷ്ടപ്പെട്ടിട്ട് വരുമ്പോ ആ ഭർത്താവിന്റെ പാദം ഒക്കെ ഒന്ന് എടുത്ത് മടിയിൽ വെച്ച് ഒന്ന് തിരുമിയൊക്കെ കൊടുത്ത് ഒക്കെ ഒന്ന് നോക്കിയാൽ അറിയാം. അങ്ങനെ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ആ അനുഭവങ്ങളൊന്നും ഇല്ല. ഓ ഉണ്ടോ ആർക്കില്ല? ഓ എന്നെ നമ്മുടെ കാലത്തിൽ ചേട്ടാ ഒന്ന് തിരുമിയിട്ടാണ് പറയും ഇങ്ങനെ ആവട്ടെ. അപ്പൊ അതുകൊണ്ട് ഭഗവതി എങ്ങനെ സുന്ദരമായ രീതിയിൽ തന്റെ ഭർത്താവിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ആ ലക്ഷ്മി ഭഗവതി അങ്ങനെ കാല് വളരെ ഭംഗിയായ രീതിയിൽ തടവി കൊടുക്കുന്നതുകൊണ്ടാവാം എന്തുകൊണ്ടോ ഭഗവാൻ നല്ല യോഗനിദ്രയിലാണ്. അപ്പൊ ഭഗവാനെ സ്തുതിച്ചു പുരുഷ സൂക്തം കൊണ്ടൊക്കെ. പക്ഷെ ഭഗവാൻ ഉണരുന്നില്ല. അപ്പോഴാണ് ബ്രഹ്മദേവന് മനസ്സിലായത് ഇത് മായാ ഭഗവതിയുടെ ലീലയാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്തായി? ഭഗവതിയെ സ്തുതിക്കാൻ തുടങ്ങി. പറഞ്ഞു ഈ വിഷ്ണുവിന്റെ ദേഹത്ത് നിന്നും മാറി നിന്നെങ്കിൽ മാത്രമേ അദ്ദേഹം ഉണരുകയുള്ളൂ. അതുകൊണ്ട് ഭഗവതി നീ ആ നാരായണനിൽ നിന്നും നടന്നു നിൽക്കണം. നമുക്ക് ഭാഗവതത്തിലും കാണാം, ഭഗവാൻ അവതരിക്കാവുന്ന സമയങ്ങളിലെല്ലാം കൂട്ടുപിടിക്കുന്നത് ഈ മായാ ഭഗവതിയാണ്. ഈ മായ എന്ന് പറയുന്നത് കാളിയാണ്, ഭദ്രകാളിയാണ്. ആ കാളിയാണ് കൂട്ടുപിടിക്കുക. കാരണം കൃഷ്ണനും കാളിയും രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്നതുപോലെയാണ് കാളിയും കൃഷ്ണനും. കൃഷ്ണനെ അറിയണമെങ്കിൽ കാളിയെ പിടിച്ചാൽ മതി, കാളിയെ അറിയണമെങ്കിൽ കൃഷ്ണനെ പിടിച്ചാൽ മതി. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ രണ്ടുപേരും വധിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ മായാഭഗവതിയെ സ്തുതിച്ചൊന്ന് മാറി നിൽക്കാൻ ഭഗവതി ബ്രഹ്മദേവന്റെ സ്തുതി കേട്ടിട്ട് നാരായണനിൽ നിന്ന് നടന്നു. നാരായണൻ ഉണർന്നു ചോദിച്ചു, എന്താ ബ്രഹ്മദേവ ഇത്ര വിഷമിച്ചോടി വരണതെന്ന് പറഞ്ഞത്, ആ മധുകൈടകന്മാര് എന്നെ നിഗ്രഹിക്കാനായിട്ട് വരണം. എനിക്കത് തടയാൻ സാധ്യമാവില്ല ഭഗവാനെ. അതുകൊണ്ട് അവിടുന്ന് ഇതിനു വേണ്ട ഒരു ഉപാധി കണ്ടെത്തണം എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ വിഷമിക്കണ്ട, ഞാൻ ഇപ്പം അവരെ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ യുദ്ധത്തിന് പോയിരുന്നാണ്. ഏതാണ്ട് 5000 വർഷക്കാലത്തോളം മധുകൈടകന്മാരുമായിട്ട് നാരായണൻ യുദ്ധം ചെയ്തു. മധുകൈടകന്മാര് മാറി മാറി യുദ്ധം ചെയ്തു. മധു യുദ്ധം ചെയ്യുമ്പോൾ കൈടവ റെസ്റ്റ് എടുക്കും, കൈടവ യുദ്ധം ചെയ്യുമ്പോൾ മധു റെസ്റ്റ് എടുക്കും. അങ്ങനെ പക്ഷെ നാരായണൻ രണ്ടുപേരോടും ഒരേപോലെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. 5000 വർഷത്തോളം നീണ്ടു നിന്നു ആ യുദ്ധം. നാരായണൻ അവസാനം ക്ഷീണിച്ചു. ആലോചിച്ച് എന്താണ് ഇവരെ നിഗ്രഹിക്കാൻ കഴിയാതെ വരുന്നത് എന്നാണ്. അപ്പൊ ഒരു ഉപായം കണ്ടെത്തിയിട്ട് പറഞ്ഞു, ഹേ മധുകൈടകന്മാരെ, നിങ്ങൾ ഓരോരുത്തരും റെസ്റ്റ് എടുത്തിട്ടാണ് എന്നോട് യുദ്ധം ചെയ്തത്. പക്ഷെ ഞാൻ ഒരു റെസ്റ്റും ഇല്ലാതെ നിങ്ങളോട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് വേണം, എനിക്ക് ഒന്ന് ക്ഷീണം തീർക്കണം. അതുകൊണ്ട് ഒന്ന് യുദ്ധം തൽക്കാലം നമുക്കൊന്ന് നിർത്തിവെക്കാം എന്ന് പറഞ്ഞ് ആ യുദ്ധം ഒന്ന് നിർത്തിവെച്ചു. അപ്പോഴാണ് ഭഗവതിയെ മനസ്സിൽ ധ്യാനിക്കണം. ഭഗവാൻ ശക്തിസ്വരൂപിണിയായിരിക്കണ ജഗദീശ്വരിയെ മനസ്സിൽ ധ്യാനിച്ചു. പറഞ്ഞു, മഹാമായെ, എന്താണ് എത്രയോ അസുരന്മാരെ ഞാൻ നിഗ്രഹിച്ചിരിക്കണം, പക്ഷെ എനിക്ക് ഈ മധുകൈടകന്മാരെ നിഗ്രഹിക്കാൻ സാധിക്കണില്ല, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഭഗവതി പറഞ്ഞു കൊടുത്തു, ഭഗവതിയെ ഇവര് തപം ചെയ്തിരുന്നു. ചെയ്തിട്ടൊരു വരം വാങ്ങി, എപ്പോഴാണോ അവര് മരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ മരണം ഉണ്ടാവൂ. അപ്പൊ അത് വേണം, അവരെ മരണം വരിക്കാൻ പ്രേരിപ്പിക്കണം. അതേ ഉള്ളൂ ഉപാധി. ആരും മരിക്കാൻ ഇഷ്ടമുള്ളവരല്ല, ആണോ? നമുക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടോ? ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? ഓരോരുത്തർക്കും ഇഷ്ടമില്ല. 95 വയസ്സാകുമ്പോൾ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ ഞാൻ സീറ്റൊക്കെ റെഡിയാ, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞാൽ നമ്മളെന്താ പറയും? കൊച്ചുമോന്റെ കൊച്ചിന്റെ 28 കൂടെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് 95 ആയി. കൊച്ചുമോന്റെ കൊച്ചിന്റെ 28 കാണാൻ എത്ര കാലം കൊടുത്തിരിക്കണം അല്ലേ? നമ്മളങ്ങനെയാണ്. കാരണം നമുക്കിതൊന്നും ഇട്ടേച്ച് പോവാൻ എല്ലാത്തിനോടും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എല്ലാത്തിനോടും, ഈ സമ്പാദിച്ചിട്ടിരിക്കുന്ന ധനത്തിനോട് ഇല്ലേ? ധനം കൂടുന്തോറും ദുഃഖവും കൂടും. ത്യാഗമാണ് ഏറ്റവും നല്ല സമാധാനം കിട്ടാൻ ഏറ്റവും നല്ലത്. ധനമില്ലാതെ ഇരിക്കുക, അത്യാവശ്യത്തിന് മാത്രമേ പൈസ ഉണ്ടാകാവൂ. അമിതമായ ധനമുണ്ടായാൽ അത് മുഴുവൻ ദുഃഖത്തിന് കാരണമാകും. കാരണം ഇതൊന്നും ഇട്ടേച്ച് പോകാൻ പറ്റും. പറയും ആചാര്യന്മാർ പറയും, നമ്മുടെയൊക്കെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നത് 1000 കരിന്തേള് ഒന്നിച്ചു കുത്തുന്ന വേദന അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പറയും.
ഒരു കരിന്തേൾ കുത്തിയുള്ള അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ. അപ്പൊ 1000 കരിന്തേൾ ഒന്നിച്ചു കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ. അത്രമാത്രം വേദന സഹിച്ചിട്ടാണ് നമ്മുടെ ദേഹത്തുനിന്ന് ഈ ജീവൻ വിട്ടുപോവുക. പക്ഷെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ യോഗിമാരുടെ ജീവൻ പോണത് ഒരു പൂവിന്റെ ഇതൾ തനിയെ എങ്ങനെയാണോ നിസാരമായിട്ട് അടർന്നു വീണത് അതേ ലാഘവത്തോടു കൂടിയാവണം. എന്താ കാരണം? അവർക്കൊന്നും ത്യജിക്കാൻ വേണ്ടിയില്ല, അവരുടേതായിട്ടുള്ളത് അവരൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. നമ്മൾ ഈ കാണുന്നതെല്ലാം വാരിക്കൂട്ടി വാരിക്കൂട്ടിയുടെ അവസാനം എന്താ? വെള്ളം ഇറങ്ങുമോ? അതില്ല. ചോറെടുക്കട്ടെ, ഷുഗർ എന്നാൽ ഉപ്പിട്ട ഉയ്യോ തുടങ്ങേ പ്രഷറാണ്. മെഴുകൾക്ക് എണ്ണ തൊടിക്കാനേ പറ്റില്ല, കൊളസ്ട്രോളാണ്. അവസാനം വെള്ളം പോലും കുടിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. എന്നിട്ടും വാരി കൂട്ടി വെക്കുക എന്തിനാണ് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് എന്ത് സുഖമല്ലേ? ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടി ഭൂതത്താനെ പോലെ അതിന്റെ മുകളിൽ കയറി ഇരുന്ന് ശ്വാസവും വിടാതെ അന്നവും കഴിക്കാതെ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് എന്ത് നേട്ടമാണെന്ന് അറിയില്ല. എന്താ അതിന്റെ സുഖം എന്ന് മനസ്സിലാവണില്ല. എന്നിട്ട് എപ്പോഴും ഭയമാണില്ല. എന്താ? എപ്പോഴാ തല പോയെന്ന് അറിയില്ല. തല പോയാൽ തോയും ഇത് ആരും കൊണ്ടുപോകും. മനസ്സ് നോക്കൂ. ഇതിനെ ഒന്നും ഇട്ടിട്ട് പോവാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയും ഭഗവാനേ ഒന്നും വേണ്ട അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് എടുക്കാൻ വരട്ടെന്നൊക്കെ അറിയാം. അർഹമായ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം കൊടുക്കും, അതും ചെയ്യില്ല. നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ സ്വയം മരണത്തിനെ കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ സ്വയം മരണം വരിക്കണം. അതിനെന്താണ് ഉപാധി എന്നതായി ഭഗവതി പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ നാരായണ, യുദ്ധത്തിന് തയ്യാറായിക്കോളൂ, ഞാൻ അവരെ മോഹിപ്പിച്ചോളാം. ഭഗവതിയുടെ രൂപം കണ്ടാൽ മോഹിക്കാത്തവരാരും ഇല്ലാന്ന് അല്ലേ? ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയുടെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ കണ്ടാൽ മോഹിക്കാത്തവരാരും ഇല്ല. ആ ഭഗവതിയുടെ രൂപത്തെ കണ്ട് എന്ത് ചെയ്തു? ഈ യുദ്ധം തുടങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവതി ഒരു മന്ദസ്മിതത്തോടു കൂടി അങ്ങനെ ആകാശമാർഗത്തില് തെളിഞ്ഞു നിന്നു എന്നാണ് മധുകൈടവന്മാരെ കണ്ടു. ഭഗവതിയുടെ ആ ചെറു പുഞ്ചിരിയില് വീണുപോയി. ഇങ്ങനെ അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ ചിരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചിരിക്കാമെന്ന് പറയും. എന്താ? അസുരന്മാർ ആ ചിരിയിൽ വീണു. അങ്ങനെയാ. അതുപോലെ സ്ത്രീകൾ നോക്കുമ്പോഴും നോട്ടം വളരെ സൂക്ഷിച്ചേ നോക്കാവൂ എന്ന് പറയും. സ്ത്രീകൾക്കൊരു നോട്ടം ഉണ്ടെന്നാ പറയുക, ഒരു പ്രത്യേക കടാക്ഷം. എന്ത് കടാക്ഷം എന്നാ കേട്ടിട്ടുള്ളേ? പറഞ്ഞു. എന്നെ അങ്ങനെ ആരും നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത്ര പരിചയം പോലെ. കടക്കൺമുന എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? കടക്കൺമുന എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളാരും നോക്കിയിട്ടുണ്ടേ അറിയാം. അതിലൊരു പുരുഷൻ വീണാൽ പിന്നെ അവൻ അതിനകത്തുനിന്ന് രക്ഷപ്പെടില്ല എന്ന് പറയാം. കാരണം അപാരമായിരിക്കുന്ന വശ്യം ഉള്ള ഒരു നോട്ടമാണെന്ന് പറയും. എങ്ങനെയാണോ മീന് തന്റെ കുഞ്ഞുങ്ങളെ ആ ഒരു നോട്ടത്തിൽ കൂടി, അതുകൊണ്ട് ആ മീനാക്ഷി എന്നൊക്കെ പേരുണ്ട് അല്ലേ? മീൻ എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നത്, അതുപോലെ വല്ലാത്ത ഒരു തരംഗം ആ നോട്ടത്തിൽ കൂടി പുറപ്പെടുന്നതാണ് പറയാം. അതിലേതെങ്കിലും ഒരു പുരുഷൻ ആ നോട്ടത്തിൽ പെട്ടുപോയാൽ പിന്നെ അവനവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല എന്ന് പറയും. അതുകൊണ്ട് നോക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ വളരെ വളരെ സൂക്ഷിച്ച് വേണം. അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടെ ഭഗവതിയുടെ ആ പുഞ്ചിരി, അമ്മ പുഞ്ചിരിച്ചാൽ പിന്നെ അതിനപ്പുറം വേറൊരു ചിരി ഇല്ല. അത്ര സുന്ദരമാണ്, വശ്യസുന്ദരമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ സൗന്ദര്യമുള്ള സ്ത്രീ, നമ്മളിന്ന് കാണുന്ന ബാഹ്യമായ പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് അടിച്ച സൗന്ദര്യമല്ല, അല്ലാതെ പ്രകൃതിയുള്ള ചില സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഉള്ള ഒരു സ്ത്രീ ഒന്ന് ചിരിച്ചാലുണ്ടാകുന്ന ആ ഒരു വശ്യത ഭഗവതിയുടെ ചിരിയിലും ഉണ്ടായി. അസുരന്മാർ അതിനകത്ത് വിട്ടുപോയി എന്നാണ്. ഈ സമയം നോക്കി നാരായണൻ പറഞ്ഞു, ഹേ മധുകേടവന്മാരെ, ഭഗവാൻ മനസ്സിലായി അമ്മയുടെ ആ ചെറു പുഞ്ചിരിയില് ഇവന്മാര് വീണു, ഇപ്പോഴാണ് പറ്റിയ സമയം എന്ന് ഭഗവാൻ മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, ഹേ മധുകേടവന്മാരെ, നിങ്ങളുടെ ഈ യുദ്ധത്തിൽ നാം അതിസംപ്രീതനായിരിക്കുന്നു, എന്തു വരമാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അവര് പറഞ്ഞടാ വേണ്ടി
തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന നീയാണോ? റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് റെസ്റ്റിന് പോയി ഒന്ന് നീയാണോ ഇപ്പൊ ഞങ്ങളോട് വരം തരാന്ന് പറയുന്നത്? ഞങ്ങൾ വേണമെങ്കിൽ നിനക്ക് അങ്ങോട്ട് വരം തരാം, മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഹേ മധുകൈലവന്മാരെ, നിങ്ങൾ എനിക്ക് ബദ്ധിരാവണം. അപ്പോഴാണ് ബദ്ധം മനസ്സിലായത്. വരം കൊടുക്കാമെന്ന് പറഞ്ഞു പോയി, വരം ചോദിക്കുകയും ചെയ്തു. പക്ഷെ അസുരന്മാരായാലും സത്യസന്ധതയുള്ളവർ അതുകൊണ്ട് വരം കൊടുക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് പറഞ്ഞു, കൊന്നോളൂ. ഇവർ നോക്കിയപ്പോ ചുറ്റും വെള്ള, ജലമില്ലാത്ത ഒരിടത്ത് വെച്ച് ഞങ്ങളെ കൊന്നോളാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ എല്ലാം വെള്ളമാണ്, അതുകൊണ്ട് കൊല്ലാൻ വേറെ ഇടമൊന്നും ഇല്ല. അപ്പൊ ജലമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉടനെ തപ്പിയെടുക്കാന്ന് പറ്റില്ല. ഭഗവാൻ അതിനേക്കാൾ വലിയ ആളാണ്. എന്തായത് ഭഗവാൻ തന്റെ തുട അങ്ങോട്ട് വികസിപ്പിച്ചു, വെള്ളത്തിന് മുകളിലേക്ക് തന്റെ തുടയെ വികസിപ്പിച്ചപ്പോ അവിടെ എന്തായി? വെള്ളമില്ലാത്ത അവസ്ഥയായി. അപ്പൊ അസുരന്മാർ അതിനേക്കാൾ വളർന്നു. അങ്ങനെ പരസ്പരം വളർന്ന് 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 അവസാനം ഇനിയും വളരാനില്ലാത്ത ഒരവസ്ഥ വരെ എത്തിച്ചു നാരായണൻ. അങ്ങനെ എത്തിച്ച് ഭഗവാന്റെ തുട വളരെയധികം വികസിച്ച് ഇവരെ കൊല്ലുവാൻ വേണ്ടതായ സാഹചര്യമൊക്കെ ഒരുക്കി ഇങ്ങനെ തന്റെ തുടയിലേക്ക് വെച്ച് അവരെ കൊന്നു. അങ്ങനെ മധുകൈടവന്മാരെ നിഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ ഒന്ന് കുറച്ചു കാലത്തേക്ക് വൈകുണ്ഠത്തിൽ നിന്ന് മാറി നിൽക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വൈകുണ്ഠത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഭഗവാൻ പോയി ആരുടെയും ശല്യമില്ലാതെ പോയെന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഇത്രയും 5000 വർഷത്തോളം യുദ്ധം ചെയ്തതിന്റെ ക്ഷീണം ഒന്ന് മാറ്റാനായിട്ട് പോയി. വൈകുണ്ഠത്തിൽ കിടന്ന എന്താ കുഴപ്പം? ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഓടി വരും, ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഇത് ലക്ഷ്മിയുടെ ശല്യമില്ല, ആരുടെയും ശല്യമില്ലാതെ പോയി സ്വസ്ഥമായിട്ട് കിടക്കാം വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ക്ഷീണം കൊണ്ട് താൻ യുദ്ധം ചെയ്തിരുന്ന വില്ലിന്റെ ഞാൻ അങ്ങനെ വലിച്ചു കെട്ടി വെച്ചിരുന്ന, വലിച്ചു മുറുക്കി വെച്ചതാണ്. എന്നിട്ട് ആ വില്ലിന്റെ ഒരറ്റം ഭൂമിയിൽ കുത്തിയിട്ട് മറ്റേ അറ്റം താടിക്ക് വെച്ച് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി. ചിലപ്പോ നമ്മളും അങ്ങനെ ഇരുന്ന് ഉറങ്ങാറുണ്ട് അല്ലെ? എനിക്ക് തിരിപ്പിട്ട് അതിങ്ങനെ കൈവച്ചിട്ട് ഞാൻ തോന്നും ഇല്ലേ? തൂങ്ങാറില്ലേ? ഉണ്ടാവും. അപ്പോ അങ്ങനെ ഇരുന്ന് തൂങ്ങാണ്, ഉറങ്ങാം. അപ്പൊ ഒരു യാഗം നടത്താനുള്ള ദേവേന്ദ്രൻ ഒരു യാഗമൊക്കെ നടത്താനുള്ള തീരുമാനമായപ്പോ ഭഗവാൻ ഇല്ലാതെ യാഗം നടത്താൻ പറ്റില്ല. യാഗത്തിന്റെ അധിപതി ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ ഇല്ലാതെ എങ്ങനെ യാഗം നടത്തുക എന്നിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഭഗവാനെ കണ്ടെത്താനായിട്ട് ശ്രമം നടന്നു. വൈകുണ്ഠത്തിൽ ചെന്നപ്പോ അവിടെ ഇല്ല, എവിടെല്ലാം അന്വേഷിച്ചിട്ടും കാണാനില്ല. ബ്രഹ്മദേവൻ തന്റെ ഉൾക്കണ്ണുകൊണ്ട് അറിഞ്ഞു ഭഗവാൻ ഇന്നിടത്ത് ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ ദേവന്മാരെല്ലാം കൂടെ ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിച്ചു. പക്ഷെ ഭഗവാൻ ആ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റില്ല. അപ്പൊ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുക എന്നുള്ളത് ബ്രഹ്മഹത്യാ പാപമാണെന്നാ പറയാം. നമ്മളൊക്കെ ഒരുപാട് ബ്രഹ്മഹത്യാ പാപം ചെയ്തിട്ടുണ്ടല്ലേ? നമ്മുടെ മക്കളെയൊക്കെ എന്തുമാത്രം വിളിച്ചുണർത്തിയിട്ടുണ്ട് ഇല്ലേ? ഉറങ്ങുന്നവരെയൊക്കെ ഉറങ്ങുന്നവരെ ഉണർത്തുക, രതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെ സ്നേഹത്തോട് അടുത്ത് ഇടപഴകുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റുക, അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്തുക, അന്നം കഴിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുക. ഇതൊക്കെ ബ്രഹ്മഹത്യാ പാപത്തിൽ പെടുന്നതാണ്. ഗുരുക്കന്മാരെ നിന്ദിക്കുക, ഇങ്ങനെ ചില ചില വിഷയങ്ങളൊക്കെ ബ്രഹ്മഹത്യാ പാപത്തിൽ പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വിളിച്ചുണർത്തിയാൽ ബ്രഹ്മഹത്യാ പാപത്തിൽ പെടും. ഈ ബ്രഹ്മഹത്യാ പാപം അനുഭവിക്കണം. അതുകൊണ്ട് എന്താണ് ഉപാധി എന്നാലോചിച്ചു. ബ്രഹ്മദേവൻ അന്ന് പുതിയൊരു ജീവിയെ സൃഷ്ടിച്ചു എന്നാണ്. അതാണ് ചിതൽ. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പൊ ചിതലിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നീ പോയി ആ ഞാനെ ഒന്ന് കരണ്ട് കളയണം. എന്തിനാ? ഈ ഞാൻ വിട്ട് കഴിയുമ്പോ വില്ല് നൂരും. ആ വില്ല് നൂരുമ്പം ഭഗവാന് ഉണരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോ ചിതലി ചോദിച്ചാൽ എനിക്കെന്താ അതുകൊണ്ട് ഗുണം? വെറുതെ ബ്രഹ്മഹത്യാ പാപം വലിച്ചു വെക്കാനുള്ളതാണ്. ബ്രഹ്മദേവ അങ്ങാ സൃഷ്ടിച്ചതൊക്കെ, പക്ഷെ ഈ ബ്രഹ്മഹത്യാ പാപം വലിച്ചു വെക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ, നമ്മളെല്ലാം അങ്ങനെയാ, പ്രതിഫലം കിട്ടിയാൽ എന്ത് ചെയ്യും ഇല്ലേ? അങ്ങനെയല്ലേ? കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവും. ഇവിടെ ചിലരും അത് നമ്മുടെയൊക്കെ സ്വരൂപമാ ചിലര്. കാരണം പ്രതിഫലം എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് ചെയ്യാം. അപ്പൊ ബ്രഹ്മദേവ ശരി, നിനക്കൊരു ഇത് ചെയ്യാം. ഹോമകുണ്ടത്തിലിടുന്ന ഹവിസ് താഴെ വീഴുമല്ലോ. ഈ ചിതൽ ചെയ്തു അങ്ങോട്ട് ചെന്നിട്ട് ആ ഞാണൊന്ന് കരണ്ടതും വലിച്ചു മുറുക്കി വെച്ചിരുന്ന ഞാണായതുകൊണ്ട് ടപ്പെന്ന് വിട്ടുപോയ
വില്ല് നിവർന്നതും ഭഗവാന്റെ തലയും എടുത്തും ഒറ്റ പോക്ക്. നാരായണന് തലയില്ലാതെ ലോകം മുഴുവൻ നടുങ്ങി. നാരായണന് തല പോയാൽ പിന്നെ വേറെ അവിടെ ഒരു രക്ഷയില്ല. ആരെന്ത് വിചാരിച്ചാലും നടക്കില്ല. നാരായണന് തലയില്ലാത്ത അവസ്ഥ വന്ന് എല്ലാവരും കൂടെ ആർത്തലച്ച് കരഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭഗവാന്റെ തല അങ്ങനെ പോയപ്പോ എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലായി എല്ലാവരും. എല്ലാവരും കൂടി ഭഗവതിയെ പ്രാർത്ഥിച്ചു. ഭഗവതി, ഇതെന്തൊരബദ്ധ, ഞങ്ങൾ ഭഗവാനെ ഒന്ന് ഉണർത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് ഭഗവതി അനുഗ്രഹിക്കണം. നാരായണൻ ഏതെങ്കിലും വിധത്തിൽ. ഭഗവതി പറഞ്ഞു, വിഷമിക്കണ്ട, നാരായണനെ വേറൊരു രൂപത്തിൽ നമുക്ക് തിരിച്ചെടുക്കാം. എങ്ങനെ? അങ്ങോട്ട് പോകുമ്പോ കുതിരയെ കാണും. ആ കുതിരയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് ആർക്കുക നാരായണന് വയ്ക്കാം. അന്ന് മുതൽ നാരായണൻ ഹയഗ്രീവൻ എന്ന പേരില് അറിയപ്പെടും. അങ്ങനെ ദേവന്മാർ തപ്പി നടന്നൊരു കുതിരയെ കിട്ടിയ കുതിരയുടെ തല കൊണ്ടുവന്ന് വെട്ടി കൊണ്ടുവന്ന് നാരായണന് വെച്ചു. അന്ന് മുതൽ ഭഗവാൻ ഹയഗ്രീവൻ എന്ന പേരിൽ അറിയപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം? ഈ നാരായണന് തല തെറിച്ചു പോവാനും കുതിരയുടെ തല തന്നെ വിട്ട് വെക്കാനും എന്തെങ്കിലും കാരണം ഉണ്ടാവല്ലോ. വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഉണ്ടെങ്കിലേ അവിടെ കാര്യമുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിച്ചോ പറഞ്ഞു, ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരൻ എന്റെ തപം ചെയ്തിട്ട് ഒരു ഹയഗ്രീവൻ മാത്രമേ എന്നെ വധിക്കാവൂ എന്നൊരു വരം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നാരായണന് ഈ അവസ്ഥയിലേക്ക് ഞാൻ ആക്കിയത് എന്ന് പറഞ്ഞ് ഭഗവതി അനുഗ്രഹിച്ചു. അപ്പോഴാണ് ഈ നാരദ എന്തിന് സന്തതി ഉണ്ടാവുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരനോട്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാറ്? സന്തതികൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാറുണ്ടില്ലേ? നമ്മളൊക്കെ എങ്ങനെയാ പ്രാർത്ഥിക്കുക? പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉണ്ട്. എങ്ങനെയാ പ്രാർത്ഥിച്ചിട്ടുള്ളത്? എന്റെ ഭഗവതി എനിക്കൊരു സന്താനത്തെ വന്നപ്പോ ഏതാ സൈസ്? ബില്ലാതനാണോ, വീരപ്പനാണോ, കുലദേവിയാണോ എന്ന് അറിയാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇങ്ങോട്ട് വേണം പറഞ്ഞാൽ മിണ്ടരുത്, ഞാൻ അങ്ങോട്ട് പോയിട്ടേ വരൂ എന്നും പറഞ്ഞ് പോകുന്ന സാധനങ്ങൾ. എന്ത് പറ്റി? നമ്മുടെ ചോദ്യത്തിന് അതിന് കുഴപ്പമുണ്ടായിട്ടില്ലേ? ആണോ അല്ലയോ? നമ്മളെന്തേ പറഞ്ഞുള്ളൂ? ഒരു സന്താനത്തെ തരാനേ നമ്മള് ഈ പ്രാർത്ഥനയാണ് പ്രശ്നം. ഈ ദേവന്മാർക്കും ദേവിമാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ എന്തോ ചോദിച്ചാലും ഒറ്റ വാക്യമുള്ളൂ, തദാസ്തു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒറ്റ വാക്യമുള്ളൂ, അങ്ങനെ തന്നെയായിട്ട് തദാസ്തു എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാതെ മക്കളെ നിനക്ക് അങ്ങനെ ഒന്നുമില്ല, എന്താണോ ചോദിച്ചത് അതിന് തദാസ്തു. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഭഗവതി സദ്ബുദ്ധിയും ആയുസ്സും ആരോഗ്യവും ഭക്തിയുമുള്ള ഒരു സന്തതിയെ തരണം എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എങ്ങനെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടിയാൽ മതി നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് ഭഗവതി നമുക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ തരണം. നീളം പറയാറുണ്ട്, ഒന്നും പ്രാർത്ഥിക്കരുത്, ഒന്നും ചോദിക്കരുത്. മക്കളുടെ സങ്കടം എന്താണെന്ന് അമ്മയ്ക്കറിയില്ലേ? അറിയാമോ? ഒരു കുഞ്ഞ് കരഞ്ഞാൽ ആ അമ്മയ്ക്കറിയാം ആ കുഞ്ഞ് എന്തിനാ കരയണതാണ്. അറിയുമോ ഇല്ലയോ? കരച്ചിലിന്റെ സ്വഭാവം അല്ലെങ്കിൽ കരച്ചിലിന്റെ ആ ടോൺ കേൾക്കുമ്പോൾ അറിയാം അമ്മയ്ക്ക്. അച്ഛൻ അത്രയും പെട്ടെന്ന് അറിയില്ല, പക്ഷെ അമ്മയ്ക്ക് പെട്ടെന്ന് അറിയാം ഒരു കുഞ്ഞ് കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. വിശന്നിട്ടാണോ അതോ വല്ലതും കടിച്ചിട്ടാണോ, എന്തിനാ കുഞ്ഞ് കരയണത് ഒരു അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം, ഇല്ലേ? അങ്ങനെ അറിയുന്ന അമ്മയുടെ അടുത്ത് ആ കുഞ്ഞു പറയണോ എനിക്ക് ഇന്നത് വേണമെന്ന്? അപ്പൊ ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഈ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ജഗദീശ്വരിക്ക് അറിയില്ലേ നമുക്ക് എന്താ വേണ്ടതെന്ന്? ഇനി നമ്മൾ ചോദിക്കുന്നതൊക്കെ അർഹതയുള്ളതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കർമ്മഫലം അനുസരിച്ച്, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അനുസരിച്ച് നമുക്ക് അർഹതപ്പെട്ടതാണോ നമ്മൾ ചോദിക്കണത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടത് നമ്മൾ ചെന്നാൽ ചോദിക്കുക. കിട്ടിയില്ല എന്താ പറയും? എന്താണെന്നറിയത്തില്ല. പൂക്കോട്ടെ ഭഗവതിക്ക് ഇപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങ് പോരാ.
ഇല്ലേ? എത്ര നാളായിട്ട് അവിടെ പോയി തൊഴുക ഒരു കാര്യത്തിനുണ്ട്, ഇതുവരെ അങ്ങോട്ട് നടന്നില്ല. എന്താ നടക്കാന്റെ കാര്യം? അത് നമുക്ക് അർഹതയില്ലാത്തതുകൊണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുക എന്നുള്ളത് സാധ്യമല്ല. ആണോ? എനിക്കും ആഗ്രഹമുണ്ട് ഇന്ത്യയിലെ പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്ന്. പക്ഷെ നടക്കുമോ? നടക്കത്തില്ല. എന്താ കാര്യം? അതിലൊക്കെ തന്റെ വാണിയൊന്നും ഞാനിതുവരെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കുന്നതെല്ലാം നമുക്ക് അർഹതയുള്ളതാണോ ഇല്ല. അതുകൊണ്ട് ഒറ്റ കാര്യങ്ങൾ പറയും, എന്താണോ നീ അവിടുന്ന് തരാൻ ആഗ്രഹിക്കുന്നത് അതിനെ സന്തോഷത്തോട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല ഇന്നത് വേണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് കിട്ടില്ല. ഇനി അഥവാ തരാൻ വിചാരിച്ചാൽ അത് മാത്രമേ തരൂ. പണ്ടൊരു അമ്മയുണ്ടായിരുന്നു, ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തയാണ്. അപ്പൊ അമ്മയ്ക്ക് പ്രായമായി വരണം, ഒരു മകളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മകളുടെ വിവാഹം എങ്ങനെല്ലാം നോക്കിയിട്ട് അങ്ങോട്ട് നടക്കണില്ല. അപ്പൊ നിരന്തരം, അന്ന് ഗുരുവായൂർ ഇത്ര തിരക്കൊന്നുമില്ല, നിരന്തരം ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭഗവാനെ ഗുരുവായൂർ. പിന്നെ നമ്മൾ അങ്ങോട്ട് അധികം വലിയ പോക്കൊന്നും ഇല്ല. എന്താ ഇപ്പൊ അമ്പലത്തോട്? ഓ വയ്യ കുഞ്ഞെ, പണ്ടത്തെ പോലെ ഒന്നും നടക്കാനും എടുക്കാനും ഒന്നും വയ്യ, എന്തോ പറയാനാ. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും അമ്മ പതുക്കെ ഗുരുവായൂരപ്പൻ്റെ ചെല്ലാൻ തുടങ്ങി. അപ്പൊ മുട്ടുവേദനയൊക്കെ മാറിയിട്ടായിരിക്കണം അല്ലേ? കല്യാണം കഴിഞ്ഞ ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്ലാൻ എന്തുവാ? അതിന്റെ സന്തതി ഉണ്ടായി കാണും. അപ്പൊ ദിവസം അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭഗവാനെ ഗുരുവായൂരപ്പ, എന്റെ മകൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. കുറേ ഈ അമ്മ അധികാരമൊന്നും ഉണ്ടാവാൻ വലിയ സാധ്യതയൊന്നും ഇല്ല. അതുകൊണ്ട് എന്താ അവസാനത്തെ ആഗ്രഹമായിരിക്കും സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു, മകള് ഗർഭിണിയായി, പ്രസവിച്ചു, ഒരു കുഞ്ഞിക്കാൽ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് പിടികിട്ടില്ല. കുഞ്ഞിനൊരു കാലേ ഉള്ളൂ. എന്താ പ്രാർത്ഥിച്ച്? ആ ഒരു കുഞ്ഞിക്കാനുള്ള യോഗം ഉണ്ടാവും എന്നാ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഇങ്ങനെയാണ്. ചിലര് എന്ന് പ്രാർത്ഥിക്കും, ഭഗവതി എന്റെ മോളെ കല്യാണം ഇതുവരെ നടന്നില്ല അമ്മയെന്ന്. അമ്മ പറയും തഥാസ്തു, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന്. പിന്നെ കല്യാണം നടക്കുമോ? നമ്മൾ എന്താ പറഞ്ഞേ? മകളുടെ കല്യാണം നടന്നില്ല എന്ന്. അമ്മ എന്താ പറഞ്ഞു? അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന്. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ടാണ് ഒന്നും പ്രാർത്ഥിക്കാതിരിക്കുക. ഒറ്റ പ്രാർത്ഥന മതി. അമ്മേ ഭക്തി തരണേ, അചഞ്ചലമായിരിക്കുന്ന ഭക്തി, നിന്നിൽ നിന്ന് വിട്ടുപോകാത്ത ഭക്തി, അത് തരും. നിന്റെ നാമം ജപിക്കുമ്പോൾ നാവ് പിഴയാതിരിക്കാൻ അനുഗ്രഹിക്കുക. ഈ 2 പ്രാർത്ഥന മതി സത്യത്തിൽ. ഒന്നും ചോദിക്കണ്ട. നമുക്ക് വരാനുള്ളതാണെങ്കിൽ അത് കൃത്യമായി നമ്മുടെ കയ്യിൽ ഇന്നല്ലെങ്കിൽ നാളെ എത്തിയിരിക്കും, ഉറപ്പ്. എന്തിനായി പിച്ചക്കാരെ പോലെ ദിവസവും ചെന്ന് തായേ 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 എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട കാര്യം? നമ്മള് പിച്ചക്കാരെ കാട്ടി കഷ്ടം ഇല്ലേ? ദിവസവും ചെന്ന് കൈ നീട്ടി അത് തായേ ഇത് തായേ അങ്ങനെ തായേ ഇങ്ങനെ തായേ. എന്ത് കാര്യത്തിന്? പിടികിട്ടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഭഗവതിയെ ആശ്രയിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. എന്തായാലും അങ്ങനെ പ്രാർത്ഥന അല്ലെങ്കിൽ തപസ് ഭംഗിയായിട്ട് നടന്നു. തപസ് എന്ന് പറയുമ്പോൾ വെറുതെ കണ്ണടച്ചിരിക്കാനല്ല തപസ്. മനസ്സ് ഭംഗിയായിട്ട് തപിക്കണം. ആർക്ക് വേണ്ടിയിട്ട്? ഈശ്വരന് വേണ്ടിയിട്ട്. നമ്മുടെ ഒന്നും മനസ്സിൽ തപിക്കാറില്ല. നമുക്കൊരു ദിവസം ഇവിടെ വന്ന് ഭഗവതിയെ കണ്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് വല്ല സങ്കടം ഉണ്ടോ? ഉണ്ടോ? ഒരു സങ്കടമില്ല. അമ്മയെ അല്ല, ഒരു ദിവസം വന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് സങ്കടം വല്ലതും ഉണ്ടോ? ഓ ഇന്ന് അമ്മയെ കാണാൻ ഒത്തില്ലല്ലോ, ഭഗവതി അമ്മ എടുത്തോടൊന്ന് വരാൻ പറ്റില്ലല്ലോ നോക്കും നമ്മള്. ഓ എപ്പോഴൊരു സൗകര്യം പോലെ പോകാം. സത്യം, നമുക്ക് സൗകര്യം വെക്കുമ്പോഴാണ് നമ്മൾ അമ്മയെ കാണാൻ പോണത്, ഇല്ലേ?
ഇവിടെ പ്രാർത്ഥിച്ചത് ഒരു സത്പുത്രൻ ഉണ്ടാവണമെന്ന്. അങ്ങനെ തപസ് ഭംഗിയായിട്ട് നടന്നു. സാക്ഷാൽ മഹാദേവൻ വന്ന് അനുഗ്രഹിച്ചു, ഭഗവതിയും അനുഗ്രഹിച്ചു. അങ്ങനെ വ്യാസനൊരു പുത്രനുണ്ടായി. അദ്ദേഹമാണ് ശുക്കൻ. വ്യാസൻ എത്ര മക്കളുണ്ട്? വ്യാസൻ എത്ര മക്കളുണ്ട്? രണ്ട്. ആരൊക്കെയാ? പരീക്ഷിത, വ്യാസൻ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചത്. സത്യവതിയുടെ പുത്രനാണ് വ്യാസൻ. ആ പറഞ്ഞോളൂ. ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരർ, മതിയോ? ഇത്രയും പോരെ? ശുക്കൻ വ്യാസന്റെ പുത്രനല്ലേ? അപ്പൊ 4 മക്കളാണ്. ഈ 4 മക്കള് പ്രതിനിധാനം ചെയ്യുന്നത് ചതുർവിധ പുരുഷാർത്ഥത്തെയാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. മോക്ഷത്തിന്റെ പ്രതിരൂപമാണ് ആര്? ശ്രീശുകൻ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ശ്രീശുകന്റെ സൃഷ്ടി അല്ലെങ്കിൽ ജനനം അങ്ങനെ ഒരു വിധത്തിലായതുകൊണ്ടാണ്. അദ്ദേഹം എവിടുന്നാ ജനിച്ചത്? അഗ്നിയിൽ നിന്നുണ്ടായവനാണ് ശിവൻ. ഈ പുത്രൻ ഉണ്ടാവാൻ വേണ്ടി വ്യാസൻ ഇങ്ങനെ ഇരിക്കുമ്പോ അതുവഴി ഒരു അപ്സരസ് കടന്നുപോയി. അപ്പൊ ഈ അപ്സരസിന്റെ ആ സൗന്ദര്യം കണ്ടപ്പോ ആലോചിച്ചു, ഇവളെ അങ്ങ് വിവാഹം കഴിക്കാം. കാരണം വിവാഹം കഴിക്കാതെ പുത്രനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വിവാഹം കഴിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ആലോചിച്ചത്, ഈ കല്യാണം കഴിച്ചാൽ വലിയ പ്രശ്നമാണ്. ഇല്ലേ? കല്യാണം കഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. എന്താ കാരണം? ഒത്തുവരുത്തപ്പെട്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യം അല്ല. ഒന്ന്, അത് നമ്മുടെ കാര്യത്തില്ല. അല്ലേ? എങ്ങനെയുണ്ട് ജീവിതം? ഓ, എന്താ പറയാനാ സ്വാമി, പെട്ടുപോയതാ. അല്ലേ? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇതാ നമ്മുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഇവിടെ വിവാഹം കഴിച്ചാൽ പ്രശ്നമാണെന്ന് പറയാൻ കാരണം, സാധാരണക്കാരായ മനുഷ്യര് ഗാർഹസ്ഥ്യ ധർമ്മത്തിലേക്ക് കടന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടില്ല. ഒരു മനുഷ്യജന്മത്തില് 4 ആശ്രമങ്ങളിൽ കൂടി കടന്നു പോകണമെന്നാണ്. ഏതൊക്കെ ആശ്രമമാണ്? അമൃതാനന്ദമയ്യയുടെ ആശ്രമം, ശ്രീരാമകൃഷ്ണാശ്രമം ആണോ? പിന്നെ ഏതാശ്രമമാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഓർത്തിരുന്നോണ്ട് ഇതൊക്കെ. നാളെ വരെ വരുമ്പോൾ ഒരു ബുക്കും പേനായും ഒക്കെ കൊണ്ടുവന്നാൽ ഇങ്ങനെയുള്ളതൊക്കെ കുറിച്ചെടുത്തിട്ട് യജ്ഞം കഴിയുമ്പോൾ മടക്കി എവിടെ കൊണ്ടുവെക്കാം? അലമാരി കൊണ്ടുവെക്കാം. എന്നിട്ട് ഇരട്ടവാന സാറ് വായിച്ചോളൂ. അല്ലേ? നമ്മൾ പിന്നെ തുറന്ന് വായിക്കൂല. ഇല്ല. അപ്പോ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങളാണ് ഒരു മനുഷ്യജന്മത്തില് ഉള്ളത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് ഗുരുകുലത്തിൽ ചെന്ന് നിന്ന് വിദ്യാഭ്യാസ കാലഘട്ടം. ഇന്നത്തെ വിദ്യാഭ്യാസം അല്ല, ഇന്നത്തെ വിദ്യാഭ്യാസമാണ്. അന്നത്തെ അഭ്യാസമായിരുന്നില്ല, വിദ്യാഭ്യാസമായിരുന്നു. വിദ്യ നേടൽ തന്നെയായിരുന്നു. അപ്പോ ആ ഗുരുവിന്റെ അടുത്ത് ചെന്ന് വിദ്യ നേടുന്നതിനോടൊപ്പം തന്നെ ഈശ്വരീയമായ തപസ്സും അക്കൂട്ടത്തിൽ നടക്കും. നമ്മുടെ പുരാണ
പുരാണങ്ങൾ എടുത്ത് നോക്കിയാൽ ഏത് ഗുരുക്കന്മാരെ നോക്കിയാലും അവരെല്ലാം ബ്രഹ്മചര്യ കാലത്ത് തപസ് ചെയ്ത് ഈശ്വരനെ സാക്ഷാത്കാരം നേടിയതിനു ശേഷമാണ് വിവാഹിതരായിട്ടുള്ളത്. അതുകൊണ്ട് ഗാർഹസ്ഥ്യധർമ്മം ഒരിക്കലും അപ്പൊ ബ്രഹ്മചര്യ കാലത്ത് വിദ്യ നേടിക്കൊണ്ട് ഏതൊരു വിദ്യയാണോ അറിയേണ്ടത് ആ വിദ്യ നേടിക്കൊണ്ട് തുടർന്ന് ഗാർഹസ്ഥ്യധർമ്മത്തിലേക്ക് കടക്കുമ്പോ ഉത്തമയായ ഭാര്യയെ വേണം, സ്ത്രീയെ വേണം വിവാഹം കഴിക്കാൻ. അവനവന്റെ സംസ്കാരത്തിന് അനുസരിച്ചുള്ള സ്ത്രീയെ വേണം വിവാഹം കഴിക്കാൻ. ഇപ്പൊ നമ്മൾ സംസ്കാരം ഒന്നും നോക്കാറില്ല, കാശ് മാത്രമേ നോക്കാറുള്ളൂ ഇല്ലേ? വലിയ കുടുംബക്കാരാണോ, ചെറുക്കൻ ഇഷ്ടംപോലെ കാശുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കാറുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുന്നു, ചെന്ന് കയറുന്ന ഇടത്തെ സംസ്കാരം നമ്മുടെ സംസ്കാരവുമായിട്ട് ചേരാതെ വരുമ്പോൾ അത് അതിനേക്കാൾ വലിയ അസ്വസ്ഥതകൾ ജീവിതത്തില് ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം നോക്കേണ്ടത് നല്ല സംസ്കാരമുള്ള കുടുംബമാണോ നോക്കാം. നമ്മുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണോ? വൈരുദ്ധ്യ സംസ്കാരത്തിലാണെങ്കിൽ ആ ജീവിതത്തിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ശാന്തിയും സമാധാനവും സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. അപ്പോ സ്വസംസ്കാരത്തിലുള്ള ആ സംസ്കാരം എന്ന് പറയുമ്പോൾ ജാതി മത അടിസ്ഥാനമൊന്നും അല്ല കേട്ടോ. ഈ സംസ്കാരം എന്ന് പറയുന്നത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല. ഇപ്പോ പെൺകുട്ടി നിരന്തരം ക്ഷേത്രത്തിൽ പോവുകയും സഹസ്രനാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ആൺകുട്ടി ഇതിന് നേരെ വിരുദ്ധമായാൽ രണ്ടുപേരും കൂടെയുള്ള ജീവിതം സ്വസ്ഥമാവില്ല. ഇനി തിരിച്ചാണെങ്കിലോ, ആൺകുട്ടി നല്ല ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്, വരുന്ന പെൺകുട്ടി അതിനനുകൂലമായി നിൽക്കുന്നവളല്ലെങ്കിൽ ആ ജീവിതത്തില് സ്വസ്ഥത. ഇവിടെ സഹസ്രനാമം ജപിക്കാതിരിക്കും, 4 പാത്രം എടുത്ത് കടുക്കം എറിയുന്നവളാണ്, തീർന്നില്ല ഇടപാട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സംസ്കാരം ഒന്നായിരിക്കുക, അതാണ് പരമപ്രധാനം. അപ്പൊ സാധാരണക്കാർക്ക് എന്താണ് പ്രശ്നം? ഈ ഗാർഹസ്ഥ്യധർമ്മത്തിലേക്ക് വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. എന്തുകൊണ്ട്? ഈ ഭാര്യ, ഭർത്താവ്, സന്തതികള്, പുത്രന്, പുത്രി, പൗത്രന് ഇത്യാദിയായിട്ടുള്ളവരുമായിട്ട് അഗാധമായിരിക്കുന്ന ബന്ധമുണ്ടാക്കിയത്. ഈ ബന്ധങ്ങളെല്ലാം അവസാനം ബന്ധനമായിട്ട് മാറും. നമുക്കൊക്കെ ഈ ബന്ധനത്തിൽ പെട്ട് കിടക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുക കർമ്മഗ്രാഹം എന്ന് പറയുന്നത്. കർമ്മഫലം അനുസരിച്ച് നമ്മൾ ഇതിനോടെല്ലാം ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലേ? ഇപ്പൊ മക്കൾക്കൊരു സങ്കടം വന്നാൽ നമ്മുടെ മനസ്സ് വിഷമിക്കും ഇല്ലേ? പക്ഷെ നമുക്കൊരു വിഷമം വന്നാൽ മക്കൾക്ക് അത്രയും തീർവോ? അതില്ല. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് ആണ് ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ. ഇപ്പൊ മനുഷ്യ ആയുസ് 100 കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 25 വയസ്സ് വരെ ബ്രഹ്മചര്യകാലവും 50 വയസ്സ് വരെ ഗാർഹസ്ഥ്യവും, അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥവും. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വനത്തിൽ പോകണം എന്നർത്ഥമൊന്നുമില്ല. നമ്മുടെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വാനപ്രസ്ഥാനുഷ്ഠാനം നമുക്ക് നടത്താം. എങ്ങനെ? ഒന്നിലും ഇടപെടാതിരിക്കുക. മക്കൾ അവരുടെ ജീവിതം തുടർന്നാൽ അല്ലെങ്കിൽ തുടങ്ങിയാൽ അവരെ തിരുത്താൻ പോവാതിരിക്കുക. അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയുടെ ഒട്ടും പറയാതിരിക്കുക. ഇനി എന്റെ മക്കളെ എനിക്ക് നന്നാക്കാൻ പറ്റില്ല, കൊച്ചുമക്കളെ നന്നാക്കാൻ അതിലൊട്ടും പോലും. അവരോട് സ്നേഹമില്ലാതെ ഇരിക്കണമെന്നല്ല പറയുന്നതിനർത്ഥം. വേണ്ടാത്ത ഒരു കാര്യത്തിലും നമ്മൾ കൈ കടത്താതിരിക്കാം. നമ്മൾ കൈ കടത്തും തോറും അത് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ട് ഒന്നിനോടും യാതൊരു വിധമായ ബന്ധവുമില്ലാതെ എത്രമാത്രം അതിൽ നിന്നും അകന്നു നിൽക്കാൻ പറ്റുമോ? ഈയുള്ളവൻ പറയാറുണ്ട്, ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്താവും? റിട്ടയർമെന്റ് ആവും ഇല്ലേ? ഇത്രയും കാലം നമുക്ക് വേണ്ടി ജീവിച്ചോ? കുട്ടിക്കാലത്ത് ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്? അല്ലെ ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിച്ചത്? അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴോ ഭർത്താവിന്റെ അല്ലെങ്കിൽ
ഭാര്യയുടെയും മക്കളെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴോ മേലുദ്യോഗസ്ഥന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. അത് കഴിയുമ്പോഴും പിന്നെ നമ്മൾ വല്ലവനും വേണ്ടി ജീവിക്കാനാണ് ഈ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? ഇപ്പൊ റിട്ടയർമെന്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യാ? നമുക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുക. എന്തായാലും കുറെ കഴിയുമ്പോൾ കുറച്ച് കാശൊക്കെ കിട്ടുമല്ലോ, ഇല്ലേ? രണ്ടുപേരുണ്ട്, രണ്ടുപേരുടെ ഒറ്റ പോക്ക്. എങ്ങോട്ട്? ഇത്രയും കാലവും നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചോ അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ സാഫല്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി യാത്രയാകും. നീ പോയി കഴിഞ്ഞാലോ കയ്യിലെ കാശ് തീർന്നു കഴിയുമ്പോൾ മക്കളെ എന്നെ നോക്കണമെന്ന് പറഞ്ഞ് പറയരുത്. അവരെടുത്തിട്ട് കുത്തും. ഉറപ്പാ. ഉള്ളതെല്ലാം തീർത്ത് അടിച്ചു പൊളിച്ച് രണ്ടുകൂടെ വന്നിരിക്കും ഇനി നോക്കാൻ. മുമ്പേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നേരെ എങ്ങോട്ട് പോയിക്കൊള്ളുക? കാശിക്ക് പോയിക്കൊള്ളുക. അവിടെ തീർക്കുക ജീവിതം. കാശിനാഥന്റെ മണ്ണിൽ തീർക്കുക ജീവിതം. കാരണം അവിടെ ചെന്ന് ചേരാനുള്ളതാണ് നമ്മൾ ഓരോരുത്തരും. കാശിൽ പോയാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഉപേക്ഷിക്കണം എന്നാണ്. എന്താ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? ഭാര്യയും ഭർത്താവും കൂടെ പോയാൽ ഭർത്താവ് എന്താ പറയാ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഭാര്യ, അതുകൊണ്ട് ഇവിടെ ഞാനിവിടെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കാന്ന് പറയാം, ഇല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? പണ്ടൊരാൾ കാശിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഭാര്യ സാമ്പാർ വിളമ്പി കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിനകത്തെ വെണ്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയം. ഈ സാമ്പാർ വിളമ്പി കൊടുത്തപ്പോൾ വെണ്ടയ്ക്ക എടുത്തങ്ങ് മാറ്റി വെച്ചു. പക്ഷെ ജൈന മനുഷ്യനെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നല്ലോ വെണ്ടയ്ക്ക, പിന്നെന്താ ഇപ്പൊ വെണ്ടയ്ക്ക മാറ്റി വെച്ചത്? അത് ഞാൻ കാശിക്ക് പോയപ്പോ വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു. വെണ്ടയ്ക്ക ഉപേക്ഷിക്കാൻ വേണ്ടി കാശിക്ക് പോകേണ്ട കാര്യമുണ്ടോ? എന്താ? ഇല്ല. നമുക്ക് ഏറ്റവും ഒരു ജീവിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മനുഷ്യനെ സംബന്ധിച്ച്, അവൻ ഏറ്റവും കൂടുതൽ പ്രിയം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിലാണ്. ആണോ അല്ലയോ? ഈ ശരീരം താഴെ വീഴാതിരിക്കാനല്ലേ നാം ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്? ആണോ അല്ലയോ? ലോകത്തിലെ ഏറ്റവും വലിയ ഭയം ഏത് ഭയ? മരണഭയാണ്, അല്ലേ? ഊർദ്ധം വലിച്ചു കിടക്കുമ്പോഴും നമ്മുടെ ആഗ്രഹം എന്താ? ഭഗവാനെ അങ്ങേര് കയറുമായിട്ട് ഇങ്ങോട്ട് വരില്ല എന്നാ. ആരേ? കാലൻ. ഇല്ലേ? അങ്ങനെ ആളില്ല കേട്ടോ. കാലൻ എന്ന് പറഞ്ഞ ഒരാളില്ല. കാലമാണ് പാശമായിട്ട് മാറുക. ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട കർമ്മങ്ങൾ തീർന്നു കഴിയുമ്പോ കാലം പാശമിട്ട് നമ്മളെ കൊണ്ടുപോകണം. കർമ്മം തീരുമ്പോ ജീവൻ വിട്ടു പോകണം. ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോ ഈ ദേഹത്തുനിന്ന് ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടു പോകണം. അപ്പോ ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയാറുണ്ട് 4 മെമ്മോ വരും എന്നാണ് യമലോകത്തു നിന്ന് നമുക്ക്. എന്താണ് ഒന്നാമത്തെ മെമ്മോ? ഇതൊക്കെ പതുക്കെ വിളിക്കാൻ തുടങ്ങും. ഈ കറുത്തിരിക്കുന്ന സാധനമൊക്കെ നമ്മൾ ആ മെമ്മോ റിജക്ട് ചെയ്യും. എങ്ങനെ? കലക്കി പൂശും, ഇല്ലേ? പൂശുന്നവരൊക്കെ തന്നെ അടിക്കാൻ വരരുത്. അതിന്റെ പേരുണ്ട്. എന്താ അതിന്റെ പേര്? ഡൈ. ഡൈ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മരണം, ഇല്ലേ? അപ്പൊ ഇത് തേച്ച് നീ പെട്ടെന്ന് അങ്ങ് ചത്തോളം. കാരണം ഇതിനകത്ത് മുഴുവൻ എന്താ സാധനം? കെമിക്കല. അത് തലച്ചോറിനകത്ത് ഇറങ്ങി ചെന്നിട്ട് പെട്ടെന്നുള്ളത് ഉള്ള ആയുസോട് ഇല്ലാതാക്കി എളുപ്പം അങ്ങ് കൊണ്ടുപോകും. രണ്ടാമത്തെ മെമ്മോയാണ് ഇത്. നമ്മൾ അത് റിജക്ട് ചെയ്യും, ഇല്ലേ? ഇത് മേടിച്ചു വെച്ച് നമ്മൾ റിജക്ട് ചെയ്യും. മൂന്നാമത്തെ മെമ്മോയാണ് ഇത്. 8-10 പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയും കൂടെ എടുത്ത് കളഞ്ഞിട്ട് ഫുൾ സെറ്റപ്പ് ആയിപ്പോ, അല്ലേ? അങ്ങോട്ട് ഇട്ടാ ഒന്ന് വെച്ചാൽ അവിടെ ഇരുന്നോളൂ, ഇല്ലേ?
പിന്നെ അങ്ങനെ കട്ടിയായ വാക്കൊന്നും പറയില്ല. ഭാരതം ഭരണി ഭർത്താവ് എന്നൊന്നും പറയില്ല. എന്താ പറഞ്ഞ കുഴപ്പം? തെറിച്ചു പോകും. അതുകൊണ്ട് അവര് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം അറിയാം. അവര് പറയും ഭാരതം ഭരണി ഭർത്താവ് എന്ന് പറയും. നാലാമത്തെ മെമ്മയാണിത്. അതിന് എന്തുണ്ട് നമുക്കിടയില്? ഉപാധിയുണ്ട്. പക്ഷെ അഞ്ചാമത് വരുന്നത് അറസ്റ്റ് വാറണ്ട. ഈ 4 മെമ്മോ റിജക്ട് ചെയ്താലും അഞ്ചാമത് വരുന്നത് അറസ്റ്റ് വാറണ്ട. അതിനകത്ത് നിന്ന് ഒഴിവാകാനായിട്ട് സാധ്യമാകില്ല. ഈ അറസ്റ്റ് വാറണ്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മള് ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നോ എന്ന് നമ്മള് ആലോചിക്കുന്നത്. ഒരു ജീവിതത്തിൽ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി പെടുന്ന പാട് ഒന്നാലോചിക്കും. നമ്മളൊരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചുളി വന്നാൽ നമ്മൾ എവിടെ വിടും? ഉടനെ പോയി എന്താന്നറിയത്തില്ല. 65 വയസ്സല്ലേ ആയുള്ളൂ, ഇപ്പോഴേ ചുളിവ് വീഴാൻ തുടങ്ങിയെന്ന് ചോദിക്കും. എന്നിട്ട് പോയി ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയി കുട്ടിയൊക്കെ ഇട്ട് പെയിന്റും ഒക്കെ അടിച്ച് നമ്മളല്ലേ എളുപ്പമാണെന്ന് അതങ്ങോട്ട് കഴുകി കളഞ്ഞപ്പോ ഇന്നലെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, 4 ചുളിവ് എക്സ്ട്രാ കൂട്ടിയിട്ടതിന്റെ വയറ്. ഈ ശരീരം എന്ന് പറയണത് തന്നെ ശോഷിക്കുന്നതാണ്. ശീയതേ ഇത് ശരീരം എന്ന് പറയാം. ശരീരം ശോഷിക്കുന്നതാണ്, നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരം. ഈ ശരീരത്തെ നിലനിർത്താനാണ് നമ്മൾ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. ഒരു അസുഖം വന്ന ഉടനെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ ആരുടെയെങ്കിലും രോഗം മാറിയിട്ടുണ്ടോ? ഉണ്ടോ? അത് ശകലം നേരത്തേക്കൊന്ന് ശമിച്ചു നിൽക്കും, ഇല്ലേ? അത് കഴിഞ്ഞാലോ അതിൽ നിന്നും മറ്റൊരു രോഗത്തിലേക്ക് ശരീരം പോവാ ചെയ്യണേ, അല്ലേ? ഇപ്പൊ ഷുഗറിന് മരുന്ന് കഴിച്ചാൽ എന്താ ഗുണം? കിഡ്നി അടിച്ചു പോയി കിട്ടും. അപ്പൊ അതിന് മരുന്ന് കഴിക്കാന്നുള്ളത് അന്നേരം ബാക്കിയുള്ളതോടെ പോയി കിട്ടും. ഈ മരുന്നെല്ലാം കഴിച്ചാലും മരിക്കാതിരിക്കുമോ? ഇനി കഴിച്ചത് കൊണ്ട് മരിക്കാതിരിക്കുമോ? കഴിച്ചത് കൊണ്ടും മരിക്കാതിരിക്കില്ല, കഴിക്കാതിരുന്നാലും മരിക്കാതിരിക്കില്ല. പിന്നെ എന്തിനായി കാശ് മുഴുവൻ കളഞ്ഞ് മരുന്നില്ല പറയുന്നത്? എപ്പോഴാണോ ഇത് താഴോട്ട് വീഴണത് അപ്പോ വീണോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ. പക്ഷെ നമുക്കങ്ങനെ വിചാരിക്കാൻ കഴിയില്ല. കാരണം ഇതിനോട് നമുക്ക് അമിതമായ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെയും താഴെ പോവാതിരിക്കാനുള്ള ഉപാധികളെ നമ്മൾ ഒരുപാട് കണ്ടെത്തുന്നുണ്ട്. ഈ മഹത്വമാണ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ ശരീരത്തിനോടുള്ള മഹത്വം ഉള്ളതുകൊണ്ട് എന്ത് പറ്റുന്നു? ഈ ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കുമ്പോ അതിനകത്ത് വന്നു ചേരുന്ന സന്തതികളോടും ബന്ധുക്കളോടും എല്ലാം നമുക്ക് ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് മരണം വരുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് നമുക്ക് ആഗ്രഹമില്ലാത്ത വിധത്തിൽ നമ്മൾ വല്ലാതെ മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ അങ്ങനെ ഈ ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കുന്നത് കുഴപ്പമാവും സാധാരണക്കാരന്. അതിന് പറയുന്ന ഒരു പേര്, എങ്ങനെയാണോ ഒരു പന്നിക്ക് ചളിക്കുണ്ടിൽ നിന്ന് കരകയറാൻ ഇഷ്ടമില്ലാത്തത്, അതുപോലെയാണ് ഗാർഹസ്ഥ്യധർമ്മം എന്ന് പറയാം. ഇതിനകത്ത് വീണുപോയാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ സാധാരണക്കാരായ നമുക്ക് പ്രയാസമാണ്. അപ്പൊ അതിനാണ് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നത്. ഒന്നിനോടും യാതൊരു വിധമായ ബന്ധവുമില്ലാതെ എല്ലാത്തിലും നിന്നും ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പതുക്കെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഗ്രഹിച്ച് ആ ഒന്നിനോടും താല്പര്യമില്ലാതെ ഉത്തമമായ ബോധ്യം വന്നാൽ മാത്രമേ സന്യാസം സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ തിരികെ ഗാർഹസ്ഥ്യത്തിലേക്ക് വന്നോണം. ഇതിനോടൊന്നുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് പോയിട്ടില്ല എന്ന് തോന്നിയാൽ സന്യാസം സ്വീകരിക്കരുത്, തിരികെ എവിടെ വന്നോണം? ഗാർഹസ്ഥ്യ ധർമ്മത്തിലേക്ക് വന്നോണം. അതല്ലാതെ സന്യാസം സ്വീകരിക്കുമ്പോഴാണ് പ്രശ്നം. ഇട്ടുകൊണ്ട് നടക്കാമോ അത് വയ്യ, ഊരിക്കളയാമോ അത് വയ്യ എന്ന അവസ്ഥ വരുമ്പോൾ വലിയവരൊക്കെ വല്ല തെങ്ങുകോട്ടയിലൊക്കെ പിടിച്ചു കെട്ടിയിടുന്ന അന്നേരം ഈ സമയമായൊക്കെ. എന്താ കാരണം? ഇത് വല്ലാതെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ്. കാരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ സന്യാസം സ്വീകരിക്കാൻ പാടില്ല. അത് വലിയ ദുരിതമുണ്ടാക്കും. അപ്പൊ എന്തായാലും അതുകൊണ്ട് അങ്ങനെ ഈ കൃതാചി എന്ന് പറയുന്ന അപ്സരസിനെ വിവാഹം കഴിക്കാനായിട്ട് ഉള്ള തീരുമാനം വ്യാസർഷി ഉപേക്ഷിച്ചു. അങ്ങനെ
ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്ന് അപ്പൊ ഈ ഘൃതാജി എന്ത് പറ്റി? വേഗം ഒരു തത്തയുടെ രൂപം ധരിച്ച് ഒരു മരക്കൊമ്പിൽ പോയിരുന്നു. അങ്ങനെ ആ തത്തയെ കണ്ടുകൊണ്ടിരുന്നിരുന്നിരുന്ന് ഘൃതാജിയും ചിന്തിച്ചിരുന്ന് അരണി കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യാസന്റെ വീര്യം ഈ അരണിയിലേക്ക് സ്ഖലിച്ചു. അത് വെച്ച് കടലി. അരണി കടഞ്ഞാൽ എന്തുണ്ടാവും? അഗ്നി ഉണ്ടാവും. അപ്പൊ ആ അഗ്നിയിൽ നിന്ന് വീര്യം കൂടെ ചേർത്ത് കടഞ്ഞത് കൊണ്ട് അതിൽ നിന്നുണ്ടായ പുത്രനാണ് ശ്രീശുക ബ്രഹ്മർഷി. അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ ബ്രഹ്മർഷി എന്നാണ്. അപ്പൊ അങ്ങനെ ആ പുത്രനുണ്ടായി. പിന്നെ അദ്ദേഹത്തോട് വിവാഹം കഴിക്കാൻ പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. അപ്പൊ ഇനി നാമജപം, അതിനുശേഷം മംഗള ആരതി. അപ്പൊ ഇന്ന് സമർപ്പണം ചെയ്ത കൊച്ചുകാവിൽ വള്ളത്തിന്റെ ആൾക്കാര്, വചനം വള്ളത്തിന്റെ ആൾക്കാര്, അഭിലാഷ് അശ്വിൻ ഉത്രം, മകം വിളക്ക് വള്ളം, ഇതിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവണം. ആ മംഗളാരതി സമയത്ത് നീരാജനം എടുക്കാനായിട്ട് ഉണ്ടാവണം. എല്ലാ ദിവസവും ഈ പൂജ നടത്തുന്നവരും മംഗളാരതി സമയത്ത് നീരാജനം എടുക്കാനായിട്ട് ഇവിടെ ഉണ്ടാവണം. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ഹോമം നടക്കുന്നുണ്ട്. മൃത്യുഞ്ജയ ഹവനം അല്ലെ മൃത്യുഞ്ജയ ഹോമം. എന്തിനായി ഹോമം നടത്തുന്നത്?